ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്ലാസ് 5ന്റെ മാത്തമാറ്റിക്സിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി 1ൽ പറഞ്ഞിരിക്കുന്നത് 120 notebooks cost rupees 22 each were bought for the school store. What is the total cost? സ്കൂൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഓരോ നോട്ട്ബുക്കിന്റെയും വിലയാണ് 22 റുപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? ടോട്ടൽ കോസ്റ്റ് ആണ് കാണേണ്ടത്. ഒരു നോട്ട്ബുക്കിന്റെ വില 22 രൂപയാണ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് കാണുന്നത്? 120 ഇൻറ്റു 22. ആൻസർ എത്രയാണ്? 2640 റുപ്പീസ്. അടുത്ത ബി നോക്കാം. രമ ബോട്ട് 30 ഓഫ് ദീസ് നോട്ട്ബുക്ക് ഫോർ റുപ്പീസ് 24 ഈച്ച് ഫോർ ഹെർ ക്ലാസ്. ഹൗ മച്ച് ഡിഡ് ഷീ പേ? എന്താണ്? രമ എത്രയാണ് വാങ്ങിയത്? 24 രൂപയ്ക്ക്. എത്ര ബുക്സ്? 30 എണ്ണം. അപ്പൊ അവൾ എത്ര രൂപ പേയ്മെന്റ് ചെയ്ത് കാണും എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാണാം? 30 ഇൻറ്റു 24. ആൻസർ എത്രയാണ്? 720 റുപ്പീസ് കിട്ടും. ഇനി സി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 24? എങ്ങനെയാണ്? 30 ഇൻറ്റു 24 ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ ഇതിൽ ഏതിനൊക്കെ ഈക്വൽ ആണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് 3 ഇൻറ്റു 24 പ്ലസ് 10 ഇൻറ്റു 24, 20 ഇൻറ്റു 30 പ്ലസ് 4 ഇൻറ്റു 30, 30 ഇൻറ്റു 25 മൈനസ് 1 ഇൻറ്റു 25, 3 ഇൻറ്റു 24 പ്ലസ് 10 ഇൻറ്റു 4. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. ആദ്യം 24 ഇൻറ്റു 13 ചെയ്യുക. എന്നിട്ട് ആ ആൻസറിനോട് ഈക്വൽ ആയിട്ട് ഏത് ഓപ്ഷനാണ് വരുന്നതെന്ന് നോക്കണം. അപ്പോൾ അതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി 20 ഇൻറ്റു 30 പ്ലസ് 4 ഇൻറ്റു 13 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. ഡ്രോ ദ ഫിഗർ ഗിവൺ ബിലോ വിത്ത് ദ സെയിം മെഷർമെന്റ് യൂസിങ് എ സ്കെയിൽ ആൻഡ് എ സെറ്റ് സ്ക്വയർ. എന്താണ് പറയുന്നത്? സ്കെയിലും സെറ്റ് സ്ക്വയറും യൂസ് ചെയ്തുകൊണ്ട് തന്നിരിക്കുന്ന മെഷർമെന്റിൽ ഈ ഒരു ഫിഗർ വരയ്ക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം 5 സെന്റിമീറ്ററിലും 4 സെന്റിമീറ്ററിലും വരുന്ന ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. എന്നിട്ട് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട് 2 സെന്റിമീറ്റർ അത് ജോയിൻ ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിഗർ കിട്ടും. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 2. ഇത് നമുക്ക് വരച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. 24 into 15 is equal to 316. Find the answers to the following using mental maths. അതായത് 24 into 15 എന്ന് പറയുന്നത് 360 ആണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നതിൻ്റെയൊക്കെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ടാണ്. അതും മെന്റൽ മാത്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് അങ്ങനെ ചെയ്യണം. അതില്ലെങ്കിൽ നമുക്ക് ഡൗട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ 24 ഇൻറ്റു 15 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 360 ആണ് കിട്ടുന്നത്. 360. അപ്പോൾ 240 ഇൻറ്റു 15 അതിൻ്റെ കൂടെ ഒരു സീറോ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആൻസറിൻ്റെ കൂടെ 360ൻ്റെ കൂടെ ഒരു സീറോ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ 3600 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ അടുത്തത് 25 ഇൻറ്റു 15 375, 23 ഇൻറ്റു 15 345, 24 ഇൻറ്റു 16 384. അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 24 ഇൻറ്റു 15? അപ്പോൾ എന്താണ് ആൻസർ? ഈക്വൽ അല്ലാത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓരോന്നിൻ്റെ ആൻസർ നോക്കാം. എയുടെ ആൻസർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 316 ആണ്. ബിയുടെയും 360 ആണ്. സിയുടെ 12 ഇൻറ്റു 13 360 ആണ്. ഡിയുടെ 25 ഇൻറ്റു 14 എത്രയാണ്? 315 ആണ്. അപ്പോൾ ഈക്വൽ അല്ലാത്തത് ഡിയുടെ ആൻസർ ആണ്. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. The amount allotted to certain sectors in the annual budget of a ഗ്രാമപഞ്ചായത്ത് is given in the table. അപ്പോൾ എന്താണ്? ഗ്രാമപഞ്ചായത്തിലെ ആനുവൽ ബഡ്ജറ്റ് ആണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കുക. ഹെൽത്തിന്റെ, അഗ്രികൾച്ചർ, ഡ്രിങ്കിങ് വാട്ടർ, റോഡ് ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ വിച്ച് സെക്ടർ ഇസ് ദ ലീസ്റ്റ് എമൗണ്ട് അലോട്ടഡ്? എന്താണ്? ഏറ്റവും കുറവ് എമൗണ്ട് ഏതിനാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതിനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്? ഡ്രിങ്കിങ് വാട്ടർ ആണ്. ഓക്കെ. ഇനി ഓപ്ഷൻ ബി നോക്കാം. വിച്ച് ആർ ദ സെക്ടേഴ്സ് ഫോർ വിച്ച് മോർ ദാൻ 1 crore ഈസ് അലോട്ടഡ്? അതായത് 1 കോടിയിൽ കൂടുതൽ അലോട്ട് ചെയ്ത സെക്ടർ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ അഗ്രികൾച്ചറും റോഡ് ഡെവലപ്മെന്റും ആണ് ആൻസർ. ഇനി ഓപ്ഷൻ സി എന്താണ്? ഫോർ വിച്ച് സെക്ടേഴ്സ് ആൻ എമൗണ്ട് ബിറ്റ്വീൻ 50 lakh ആൻഡ് 60 lakh ഈസ് അലോട്ടഡ്? 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും ഇടയിൽ അലോട്ട് ചെയ്ത സെക്ടർ ഏതാണ്? നമുക്കറിയാം ഹെൽത്ത് സെക്ടർ ആണ് ഇത് നോക്കുമ്പോൾ കാണുന്നത്.
ഓപ്ഷൻ സി എന്താണ് ഫോർ വിച്ച് അല്ല ഓപ്ഷൻ ഡി എന്താണ് റൈറ്റ് ആൻ എമൗണ്ട് ലെസ് ദാൻ 10 million ഫ്രം ദ ടേബിൾ. 10 million കുറവ് വരുന്ന സെക്ടർ ഏതാണെന്നാണ്. അപ്പൊ എന്താണ് 1,20,45,750 ആണ് വരുന്നത്. ഇനി ഓപ്ഷൻ ഇ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ടോട്ടൽ എമൗണ്ട് അലോട്ടഡ് ഫോർ ഓൾ ദ ഏരിയാസ് ഗിവൺ ഇൻ ദ ടേബിൾ. എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ബിറ്റ്വീൻ 1 crore and 2 crore, between 2 crore and 3 crore, between 3 crore and 4 crore, above 4 crore. ഏതാണ് വരുന്നത്? ആൻസർ ബിറ്റ്വീൻ 3 crore and 4 crore ആണ് വരുന്നത്. ഇനി ആക്ടിവിറ്റി 5 നോക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ദ പാറ്റേൺ ഗിവൺ ബിലോ ഓൺ ഇറ്റ്. എന്താണ് റേഡിയസ് 3 സെന്റിമീറ്റർ എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കാനായിട്ടാണ് താഴെ തന്നിരിക്കുന്ന പോലെ ഒരു പാറ്റേണും അതിനകത്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഗിവൺ ബിലോ ആർ സർക്കിൾസ് ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റേഴ്സ് ആൻഡ് 1 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ ഡ്രോൺ ബൈ ജോയിനിങ് ദ സെന്റർ ഓഫ് ദ ടു സർക്കിൾസ്. എന്താണ് ഓപ്ഷൻസ് ഇവിടെ തന്നിരിക്കുന്നത് 2 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ. ഏതാണ് വരുന്നത്? റേഡിയസ് 3 സെന്റിമീറ്റർ ആണ് വരുന്നത്. ആ ചെറിയ സർക്കിളിൽ +1 വെച്ച് നോക്കുമ്പോൾ എത്രയാണ്? 3 + 1 4 ആണ് വരുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? 4 ആണ്. ഇനി ആക്ടിവിറ്റി 6 നോക്കാം. ഹൗ മെനി 4-digit numbers can be formed using all the digits 6, 7, 8 and 9? എന്താണ് 6, 7, 8, 9 ഉപയോഗിച്ചുകൊണ്ട് എത്ര 4-digit നമ്പർ ഉണ്ടാക്കാം എന്നതാണ്. എത്ര 4-digit നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് യൂസിങ് ബൈ 6, 7, 8, 9 ഇസ് ഈക്വൽ ടു 6 into 4 ആണ്. 6 into 4 ഇസ് ഈക്വൽ ടു എത്രയാണ്? 24 നമ്പേഴ്സ് ആണ് വരുന്നത്. ഓപ്ഷൻ ബി നോക്കാം. ഹൗ മെനി നമ്പേഴ്സ് വിൽ ബി there with 7 in the ones place. എന്താണ് 7 എന്നത് വൺസിന്റെ പ്ലേസിൽ വരുമ്പോൾ എത്ര എണ്ണം കിട്ടുമെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ടോട്ടൽ ഇസ് ഈക്വൽ ടു 24 ആണ്. അപ്പൊ 7 വെച്ചിട്ട് 6 6 എണ്ണമാണ് ഉള്ളത്. അതായത് ടോട്ടൽ 24 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്ര കിട്ടും? 6 കിട്ടും. അടുത്ത ഓപ്ഷൻ നോക്കാം. എമംഗ് ദ നമ്പേഴ്സ് ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ് 6, 7, 8 ആൻഡ് 9 ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദെയർ. എന്താണ് എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. അതായത് 24ന്റെ ഹാഫ് എടുത്താൽ മതി. 24ന്റെ ഹാഫ് എത്രയാണ്? 12 ആണ് ആൻസർ വരുന്നത്. അടുത്ത എന്താണ് ഹൗ മെനി 4-digit നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ് 6, 7, 8 ആൻഡ് 0. എന്താണ് 6, 7, 8, 0 ഉപയോഗിച്ചുകൊണ്ട് എത്ര 4-digit നമ്പേഴ്സ് ഉണ്ടാക്കുക എന്നാണ്. അത് നമ്മൾ അങ്ങ് ചെയ്ത് നോക്കുമ്പോൾ എത്ര എണ്ണമാണ് കിട്ടുന്നത്? നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് 18 എണ്ണമാണ് കിട്ടുന്നത്. അടുത്ത ലാസ്റ്റ് എന്താണ് ഫൈൻഡ് ദ നമ്പർ അക്കോർഡിംഗ് ടു ദ ഹിൻസ് ഗിവൺ ബിലോ. ഹിൻസ് ആണ് തന്നിരിക്കുന്നത് താഴെ. ഡിജിറ്റ്സ് 0, 4, 6, 8 ആൻഡ് 5 ആർ യൂസ്ഡ് ടു ഫോം ദ നമ്പർ. ദ നമ്പർ ഈസ് ബിറ്റ്വീൻ 40,000 ആൻഡ് 50,000. It is an odd number. The digit is 100th place of the number is 0. The number is formed by 3 middle digits is between 600 and 700. അപ്പൊ എന്താണ് 40,000നും 50,000നും ഇടയിലാണ് വരുന്നത്. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? തന്നിരിക്കുന്നതിൽ 46,058 ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ആക്ടിവിറ്റി 7 നോക്കാം. There are 75 students in a school. It was decided to distribute laddus to all students on the occasion of പ്രവേശനോത്സവം. ഓപ്ഷൻ എ എന്താണ് if each packet bought contain 25 laddus, how many packets of laddus will be there? ഇനി ഓപ്ഷൻ ബിയിൽ എന്താണ് 225 more laddus were bought for guests. Each packet contained 50 laddus. How many more packets of laddus were bought? Option C 20 plus 5 is equal to 4. Then which is equal to 2000 plus 5. അതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 4 into 10, 40 into 100, 4 into 100, 4 into 20. അപ്പോൾ ആൻസർ എങ്ങനെയാണ്? അപ്പൊ ആൻസർ എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 70, 75 ആണ്. ഈച്ച് പാക്കറ്റ് കണ്ടെയ്ൻ 25 ലഡൂസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് പാക്കറ്റ്സ് എത്രയാണ്? 70, 75 ഡിവൈഡഡ് ബൈ 25 ആണ്. ആൻസർ എത്രയാണ്? 71 പാക്കറ്റ്സ് ആണ് വരുന്നത്. ഈ ഓപ്ഷൻ ബിയുടെ ആൻസറോ ടോട്ടൽ നമ്പർ ഓഫ് ഗസ്റ്റ് 225 ആണ്. ഈച്ച് പാക്കറ്റ് കണ്ടെയ്ൻ 15 ലഡൂസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് പാക്കറ്റ്സ് എത്രയാണ്? 225 ഡിവൈഡഡ് ബൈ 15 ഈസ് ഈക്വൽ ടു എത്രയാണ്? 50 പാക്കറ്റ്സ് ആണ് വരുന്നത്. ഇനി ഓപ്ഷൻ സിയുടെ ആൻസർ എത്രയാണ്? 4 into 100 ആണ് വരുന്നത്.